കാസർഗോഡ് പടന്ന ഇടച്ചാക്കൈ തീരദേശ റോഡിൽ ബസ് ഉൾപ്പെടെ കടന്നുപോകുന്നത് അടിഭാഗം തകർന്ന കലുങ്കിലൂടെ. അപകടാവസ്ഥയിലായ കലുങ്ക് 2 വർഷം മുൻപ് പൊതുമരാമത്ത് വിഭാഗം പരിശോധിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. മനക്കാർ തോടിനു കുറുകെയുള്ള കലുങ്കിന്റെ അടിവശം തകർന്ന് കമ്പികൾ പുറത്തു തള്ളി നിൽക്കുകയാണ്. 35 വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പടന്ന ഇടച്ചാക്കൈ തീരദേശ റോഡിൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ അപകടാവസ്ഥ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാലപ്പഴക്കത്താൽ സ്ലാബ് തകർന്ന് സിമന്റ് പാളികൾ തോട്ടിലേക്ക് വീഴുന്നതും തുരുമ്പിച്ച കമ്പികൾ പുറന്തള്ളി നിൽക്കുന്നതും നാട്ടുകാർ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. കലുങ്കിന്റെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഓൾറെഡി 35-40 വർഷത്തിന്റെ മേലെ പഴക്കമുണ്ട്. പക്ഷെ കമ്പിയും സ്ലാബൊക്കെ തകർന്ന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം നിലനിൽക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളും 20-25 ബസ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡിലാണ് ഈ കലുങ്ക് നിൽക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാർക്ക് കൂടി ക്ലീനിങ് പദ്ധതിയിൽ നിരീക്ഷിച്ച സമയത്താണ് ഇതിന്റെ അടിപ്രശ്നം ഇത്രയും അപകടകരമായ അവസ്ഥയിലാണ് കാണുന്നത്. വേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ടപ്പെട്ട ഉത്തരവാദികൾ സർക്കാർ അടക്കം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മഴ കനത്ത് വെള്ളം ശക്തമായി ഒഴുകാൻ തുടങ്ങിയാൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ തകർച്ച വൻ അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. 20ഓളം ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.